നിങ്ങളൊരു 10 ചോദ്യം ചോദിച്ചു, 10 പ്രാവശ്യം ഞാൻ മറുപടി പറഞ്ഞു. നിങ്ങൾ അത് തന്നെ എന്നോട് ആദ്യം ചോദിച്ച ചോദ്യം തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുക. അത് ഞാൻ മുഖ്യമന്ത്രിയെ പോലെ എന്നെ ആക്കല്ലേ. നിങ്ങൾ ഇത്രയും മര്യാദയായിട്ട് എന്നെ അതുപോലെ ആക്കല്ലേ. അല്ല, അതുപോലെ ആക്കല്ലേ എന്നെ. നിങ്ങൾ ദേഷ്യപ്പെടുത്തല്ലേ എന്നെ. നിങ്ങൾ ഒരേ ചോദ്യം 10 പ്രാവശ്യം ചോദിച്ചിട്ട് ഞാൻ 10 പ്രാവശ്യം മറുപടി പറഞ്ഞു. എന്നിട്ട് ഈ അതേ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുക. നോനോ, താങ്കൾ തന്നെ 7 പ്രാവശ്യം ചോദിച്ചു. വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? വേറെ ഏതെങ്കിലും ചോദ്യം ഉണ്ടോ? എങ്ങനെ അവിടെ ഒരു സ്ഥാനാർത്ഥിയെ നിലമ്പൂരിൽ മത്സരിപ്പിക്കുന്ന ആശയക്കുഴപ്പമുണ്ട്. സംസ്ഥാന സെക്രട്ടറി അടക്കം സംസ്ഥാന കമ്മിറ്റി എടുത്തൊരു നിലപാടിലേക്ക് വരുന്നതേ ഉള്ളൂ. പക്ഷേ കഴിഞ്ഞ ദിവസം വന്നൊരു വാർത്താക്കുറിപ്പ് അടക്കം നൽകുന്നൊരു സൂചന ചിലപ്പോൾ സ്ഥാനാർത്ഥി ഉണ്ടാകില്ല എന്നാണ്. അവര് തീരുമാനിക്കട്ടെ, അവര് സ്ഥാനാർത്ഥിയെ നിർത്തണോ വേണ്ടേന്ന്. അവർക്ക് അവിടെ വലിയ വോട്ടിംഗ് പെർസെന്റേജ് എന്നുള്ള സ്ഥലമല്ല. അവര് നിർത്തട്ടെ. അവര് നിർത്താതെ നമുക്ക് അന്വേഷിക്കാം എന്താ അതിന്റെ കാര്യമൊന്നും. എല്ലാ ബൈ ഇലക്ഷനിലും അവർ സ്ഥാനാർത്ഥിയെ നിർത്താറുണ്ട്. അത് എന്തെങ്കിലും ധാരണ വേറെ ആരെങ്കിലുമായിട്ട് ഉണ്ടാക്കിയിട്ടാണോ അവർ തീരുമാനം വരട്ടെ. തീരുമാനം വരുന്നതിന് മുമ്പ് എന്നെ പോലെ ഒരാളെ കമന്റ് ചെയ്യുന്ന ശരിയാണോ? വേറൊരു രാഷ്ട്രീയ പാർട്ടിയെ കുറിച്ച് നിങ്ങൾ അല്ലാത്തൊരു ഒരു ചോദ്യം ചോദിച്ചില്ലല്ലോ. അല്ലല്ലേ, ചോദിക്കട്ടെ, വെയിറ്റ്. നിങ്ങൾ ഇന്ന് എന്നെ ആദ്യമായിട്ട് കാണുമല്ലേ? കരുവന്നൂരിൽ ED അന്വേഷണം ഏർപ്പെടുത്തിയിട്ട് നിങ്ങൾ ഒരൊറ്റ ആള് ഒരു ചോദ്യം എന്നോട് ചോദിച്ചില്ല. അതെന്താ ചോദിക്കാത്ത? നിങ്ങൾക്ക് അതൊന്നും അല്ല ഇൻട്രസ്റ്റ്. നിങ്ങൾക്ക് കോൺഗ്രസിൽ കുഴപ്പമുണ്ടെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നിങ്ങളത് കാണിക്കുക. ഒന്നും കിട്ടിയില്ല, നിങ്ങൾക്ക് ഒന്നും കിട്ടുകയില്ല. ഇനി മുതൽ ഒന്നും കിട്ടില്ല. വേറെ അത് വെച്ചുകൊണ്ട് രാവിലെ ഇറങ്ങണ്ട. ഒന്നും കിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, കോൺഗ്രസിന്റെ പുറകെ നടക്കണ്ട. ഇനി ബാക്കിയുള്ളവരുടെ സ്ഥാനാർത്ഥി അന്വേഷിച്ച് നടക്കും. ഞങ്ങൾ ഇതുപോലെ ഏതെങ്കിലും കാലത്ത് തൃക്കാക്കരയിൽ, പുതുപ്പള്ളിയിൽ, ചേലക്കരയിൽ, പാലക്കാട്, ഇപ്പൊ നിലമ്പൂര് ഇതുപോലെ കോൺഗ്രസും UDFും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചൊരു കാലം ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെ കാലം ഉണ്ടായിട്ട് ഏത് കാലത്താണ് ഉണ്ടായിരിക്കുന്നത്? ഒരു കാലത്തും ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു മുന്നണിയും ചെയ്യാത്ത തരത്തിൽ വേഗത്തിൽ വളരെ പെട്ടെന്ന് തർക്കങ്ങളില്ലാതെ ഭംഗിയായി ഞങ്ങൾ ചെയ്തു തീർത്തപ്പോ നിങ്ങൾ വീണ്ടും അതിൽ വല്ലതും ഉണ്ടാക്കാൻ നോക്കുക. ഇത് ഇംപ്രോപ്പറേറ്റ് ഉണ്ട് നിങ്ങളുടെ ചോദ്യത്തിൽ. നോ മോർ ക്വസ്റ്റ്യൻസ്. നിങ്ങൾ പറയൂ. കരുവന്നൂരില് CPM നേതാക്കളുടെ അറിവോടുകൂടി നേരത്തെ തന്നെ അറിയാം. ED വരുന്നതിന് മുമ്പ് എല്ലാവർക്കും അറിയാം. CPM ജില്ലാ കമ്മിറ്റിയുടെയും ജില്ലാ നേതൃത്വത്തിന്റെയും സംസ്ഥാന നേതൃത്വത്തിന്റെയും അറിവോടുകൂടിയാണ് ഏകദേശം 400 കോടി രൂപ പാവപ്പെട്ടവരുടെ തട്ടിയെടുത്തിരിക്കുന്നത്. അതിൽ CPM സംസ്ഥാന കമ്മിറ്റിക്കും ജില്ലാ കമ്മിറ്റിക്കും ഏരിയ കമ്മിറ്റിക്കും ലോക്കൽ കമ്മിറ്റിക്കും എല്ലാവർക്കും പങ്കുണ്ട്. ആ കാലഘട്ടത്തിൽ അതിന് നേതൃത്വം വഹിച്ച എല്ലാവർക്കും പങ്കുണ്ട്. പക്ഷെ ED കേസ് കൊടുത്തു എന്ന് ഓർത്തിട്ട് ഇവരെല്ലാവരും കുടുങ്ങുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് തെരഞ്ഞെടുപ്പ് അടുത്ത ആയതുകൊണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പാണ് ഒന്ന് പിടിമുറുക്കിയത്. ഇപ്പൊ അടുത്ത ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പും അസംബ്ലി തെരഞ്ഞെടുപ്പും വരാൻ പോകുമ്പോഴാണ് ഒന്നുകൂടി പിടിമുറുക്കാൻ പോകുന്നത്. അത് ബാർഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാക്കി മാറ്റും എന്ന സംശയവും പേടിയും ഞങ്ങൾക്കുണ്ട്. ഇതിനു മുമ്പ് അതുപോലെ ചെയ്തത് സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ ED അന്വേഷണം കുറച്ചുപേരിൽ മാത്രം ഒതുക്കി CPM നേതാക്കളെ മുഴുവൻ രക്ഷിക്കുന്ന ഒരു കോംപ്രമൈസാണ് ഉണ്ടായത്. കൊടകര കുഴൽപ്പണ കേസിൽ ഉണ്ടായതുപോലുള്ള പരസ്പരം പുറംചൊറിഞ്ഞു കൊടുത്തുകൊണ്ടുള്ള ഒരു കോംപ്രമൈസാണ് ഉണ്ടായത്. അപ്പൊ കരുവന്നൂരിൽ അവിടെ 300 കോടി രൂപ മുതൽ 400 കോടി രൂപ വരെ ജനങ്ങളുടെ CPM കട്ടെടുത്തു എന്നത് യാഥാർത്ഥ്യമാണ്. CPM എന്ന് പറയുന്ന പാർട്ടി കൂടി ഇപ്പൊ പ്രതിയായിരിക്കുകയാണ് കേരളത്തിൽ. എല്ലാ കട്ടെടുത്തില്ല നിങ്ങൾ ആരും പറയില്ലല്ലോ. ക്ലിയർ ആണല്ലോ. ഇപ്പോഴും കാശ് കിട്ടാതെ ആളുകളുണ്ട്. ഓപ്പറേഷൻ പോലും പണം കിട്ടാതെ, മകളുടെ വിവാഹത്തിന് പണം കിട്ടാതെ, വീട് വയ്ക്കാനുള്ള പണം അവിടെ നിക്ഷേപിച്ചിട്ട് കിട്ടാത്ത 100 കണക്കിന് നിക്ഷേപകരുണ്ട്. ഞങ്ങളെയൊക്കെ അവർ എപ്പോഴും വന്ന് കാണുകയും വിളിക്കുകയും തൃശ്ശൂരിലെത്തുമ്പോൾ കാണുകയും തിരുവനന്തപുരത്ത് വന്ന് കാണുകയൊക്കെ ചെയ്യുന്നതാണ്. ഒരു പാർട്ടി കൊള്ളയടിച്ചാണ് നേതൃത്വത്തിന്റെ അറിവോടുകൂടി പാവപ്പെട്ടവന്റെ പണം, അവരധ്വാനിച്ച പണം കൊള്ളയടിച്ചാണ് ഒരു പാർട്ടി. CPM എന്ന് പറയുന്ന ഒരു പാർട്ടി അതിന് കൂട്ടുനിന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ചോദിക്കും കോൺഗ്രസ് ഭരിച്ച ബാങ്കുകളിലൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നടപടി എടുത്തിട്ടുണ്ട്, ഞങ്ങൾ അറിഞ്ഞിട്ട് ഞങ്ങൾ നടപടി എടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഇവരെ ആരെയും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. ഇതല്ല, ഇവരെ പ്രൊട്ടക്ട് ചെയ്യായിരുന്നു. എത്ര വർഷം മുമ്പ് ഈ നേതൃത്വത്തിന് അറിയാമായിരുന്നു, CPM നേതൃത്വത്തിന് അറിയാമായിരുന്നു എന്നെന്ന് ഇവർ കട്ടെടുത്തുകൊണ്ടിരിക്കുകയാണെന്ന്. അതിന്റെ ഷെയർ മേടിക്കായിരുന്നു. ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ടിൽ വരെ അതിന്റെ ഷെയർ ഇട്ടെന്നുള്ള കണ്ടുപിടുത്തം നടത്തിയില്ലേ? ഇല്ലേ? ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ടിലേക്ക് വരെ ആ പൈസ ട്രാൻസ്ഫർ ചെയ്ത് വന്നു. നാലോചിച്ച് നോക്കി, ഒരു പാർട്ടി പാവപ്പെട്ടവരെ കൊള്ളയടിച്ചതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അത്. അവർക്ക് നീതി കിട്ടുമോ എന്ന് കണ്ടറിയണം. എങ്ങനെ? അല്ല, ഇത് കട്ടെടുത്തതല്ലേ? ഇത് കട്ടെടുത്ത പൈസ അല്ലേ? ഇല്ലാത്ത കേസ് ഉണ്ടാക്കിയതല്ലല്ലോ. കട്ട് വീട്ടിൽ കൊണ്ടുപോയതല്ലേ?
അല്ല കട്ടെടുത്തല്ലേ. പക്ഷെ ഞങ്ങൾക്ക് ഇ ഡി ഇവരായിട്ട് കോംപ്രമൈസ് ചെയ്യുന്നേ. ഇ ഡി അവരുടെ രാഷ്ട്രീയ എതിരാളികളെ മാത്രമേ ബുദ്ധിമുട്ടിക്കാറുള്ളൂ. മനസ്സിലായി? ആരുടെ? ബി ജെ പിയുമായിട്ട് ബാന്ധവമുള്ള ഒരാളെയും ബുദ്ധിമുട്ടിച്ചിട്ടില്ല. നിങ്ങൾ കണ്ടല്ലേ പഴയ ഇ ഡിയുടെ കേസ്. അപ്പൊ അതുകൊണ്ട് വലിയ പ്രതീക്ഷയൊന്നുമില്ല. പക്ഷെ കട്ടെടുത്ത കാര്യം ആളുകൾ പുറത്തു വന്നു, അത്രേ ഉള്ളൂ. ആരംഭിക്കും. ഞങ്ങൾക്ക് കോൺഗ്രസിൽ കളക്റ്റീവ് ലീഡർഷിപ്പാണ്. UDF ആണ് ലീഡ് ചെയ്യുന്നത്. അതിൽ UDFന്റെ കോൺഗ്രസിന്റെ ഉൾപ്പെടെ KPCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കന്മാരും, സാദിഖ് അലി തങ്ങളുണ്ടാവും, കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉണ്ടാവും, എല്ലാ ലീഡേഴ്സും, എല്ലാ UDF നേതാക്കന്മാരും അവിടെ കൊണ്ടു. ഞങ്ങളേത് ഏകോപിപ്പിക്കും. ഞാൻ വളരെ ഇതിനെക്കുറിച്ചുള്ള എല്ലാ ചോദ്യത്തിനും ഞാൻ ഉത്തരം പറഞ്ഞാണ്. UDF തീരുമാനം എടുത്തിട്ടുണ്ട്. അതിന്റെ മോഡസ് ഓപ്പറാൻഡി എന്താണെന്ന് UDF ചെയർമാനായി എന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അത് ഞാൻ ഡിക്ലെയർ ചെയ്യും. ഞാൻ ഡിക്ലെയർ ചെയ്യാൻ പോണ കാര്യം ഡിക്ലെയർ ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് നിങ്ങളോട് ഇപ്പൊ എങ്ങനെ പറയണത്? അദ്ദേഹം അവിടെ MLA ആയിരുന്ന ആളല്ലേ? തീർച്ചയായിട്ടും അദ്ദേഹം ഞങ്ങൾക്ക് ആ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ പിന്തുണ ഞങ്ങൾക്ക് സ്വീകാര്യമാണ്. തീർച്ചയായിട്ടും ഗുണം ചെയ്യും. അത്ര ഡീറ്റെയിൽസ് ഒന്നും നിങ്ങളോട് പറയാൻ പറ്റില്ലല്ലോ. നിങ്ങളോട് ഇത്തരം കാര്യങ്ങൾ പറയേണ്ട കാര്യമില്ല. അത് പാർട്ടിയിലെ ആഭ്യന്തരമായ കാര്യമാണ്. അതങ്ങനെ പറയാൻ പാടില്ലല്ലോ. ഞങ്ങൾ പറയല്ലോ, മുഴുവൻ നേതാക്കന്മാരും ആലോചിച്ച്, ഇലക്ഷൻ കമ്മിറ്റി അംഗങ്ങൾ ആലോചിച്ച് ഏകകണ്ഠമായിട്ടാണ് ഒരു പേര് കൊടുത്തത്. എല്ലാവരുടെയും കൂടി ഒറ്റ പേരാണ്. അർഹതയുള്ള ആളുകൾ വേറെ ഉണ്ടായിരുന്നു. അത് ഏത് സീറ്റ് എടുത്താലും അർഹതയുള്ള ആളുകളുണ്ടാവും. നല്ല അർഹതയുള്ള ആളുകൾ അവിടെ ഉണ്ട്. വേറെ ഒരു സമയം എടുത്തില്ലല്ലോ. എന്നാ ഇലക്ഷൻ പ്രഖ്യാപിച്ചത്? അത് ഞാൻ ചോദിക്കുന്നത്. നിങ്ങളുടെ ചോദ്യം 24 മണിക്കൂറായില്ലേ? ഞാനത് ഇന്നലെ അപ്പം തന്നെ പറഞ്ഞു, ഞായറാഴ്ചയാണ് എന്നും കൂടി പറഞ്ഞു. അത് നിങ്ങൾ മറന്നുപോയി. ശരിക്കും ഇന്ന് രാവിലെ 9 മണിക്ക് പ്രഖ്യാപിച്ചതിന്റെ എഫക്റ്റ് ഉള്ളു അല്ലേ? ശരിക്കും പറഞ്ഞ ഇന്നലെ ഞായറാഴ്ചയാണ്. ഇന്ന് രാവിലെ 9 മണിക്ക് പ്രഖ്യാപിച്ച് വൈകുന്നേരം 5 മണിക്ക് അനൗൺസ് ചെയ്തെന്ന് വിചാരിച്ചാൽ മതി. ആ സ്പീഡിന് ഒന്ന് നല്ല വാക്ക് പറയാൻ പോലെ. എന്ത് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും? നമുക്ക് അറിയില്ലല്ലോ. ഇപ്പൊ മറിച്ച് നമുക്ക് നേരത്തെ അറിയാം. ഇലക്ഷൻ കമ്മീഷൻ ഞായറാഴ്ച പ്രഖ്യാപിക്കുമെങ്കിൽ ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം ചെയ്തതന്നെ പ്രഖ്യാപിച്ചേനെ. നിങ്ങൾ വിചാരിച്ചിരുന്നു ഇപ്പൊന്നും വരില്ല എന്ന്. ഞങ്ങളൊക്കെ പറയണത് പറഞ്ഞാണെന്ന് മനസ്സിലായില്ലേ? ഇപ്പൊ പറഞ്ഞാണ്.